ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന അധ്യായത്തിലെ ഫോക്കസ് ഏരിയ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോക്കസ് ഏരിയ പോയിന്റുകൾ ഏതെല്ലാമാണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ചാപ്റ്റർ 8 ആണ്. നമുക്കറിയാം ചാപ്റ്റർ 8-ലെ ഫോക്കസ് ഏരിയ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഭാഗമാണ് 8.4-ലുള്ള പ്രോകാരിയോട്ടിക് സെൽ. അപ്പൊ അതിനു മുൻപ് പരാമർശിക്കുന്ന സെല്ലിന്റെ ഓവർവ്യൂയോ സെൽ തിയറിയോ ഡിസ്കവറിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പ്രോകാരിയോട്ടിക് സെൽ 8.4 മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം ഇല്ല. പിന്നീട് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ പിന്നീട് പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞാൽ പിന്നീട് നേരെ പോകുന്നത് മൈറ്റോകോൺട്രിയയിലേക്കാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടില്ല. എൻഡോപ്ലാസ്മ റെറ്റിക്കുലം, ഗോൾഗി ബോഡി, അതുപോലെ ലൈസോസോം, വാക്യൂൾ ഉൾപ്പെടുന്ന എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീട് മൈറ്റോകോൺട്രിയയ്ക്ക് ശേഷം പ്ലാസ്റ്റിഡുകൾ കഴിഞ്ഞാൽ റൈബോസോം, അത് കഴിഞ്ഞാൽ ന്യൂക്ലിയസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നോക്കാം. പ്രോകാരിയോട്ടിക് സെൽ, സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡുകൾ, റൈബോസോമുകൾ ആൻഡ് ന്യൂക്ലിയസ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾക്ക് പഠിക്കുന്നതിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് പ്രോകാരിയോട്ടിക് സെല്ലുകളാണ്. നമ്മൾ ആദ്യത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു പ്രോകാരിയോട്ടുകൾ. എന്താണ് പ്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഫസ്റ്റ് എന്നോ അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്നാണ് അർത്ഥം. ഫസ്റ്റ് അല്ലെങ്കിൽ പ്രിമിറ്റീവ്. ആൻഡ് കാരിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ന്യൂക്ലിയസ് ആണ്. ദേ ആർ പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് സെൽ. നമുക്ക് പറയാം പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് സെൽസ്. എന്താണ് പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് സെൽസ്? ദേ ഹാവ് നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. പക്ഷേ അവിടെ എന്തുണ്ട്? ഒരു ജനറ്റിക്കൽ മെറ്റീരിയൽ ഉണ്ട്. ആ ജനറ്റിക്കൽ മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് അല്ലെങ്കിൽ ഇൻസീപ്പിയന്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഇൻസീപ്പിയന്റ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ്. അപ്പോ മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. സെൽ ഓർഗനലുകൾ, മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസ് ആർ ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. ആൻഡ് ദേ ഇൻക്ലൂഡ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ. ആൻഡ് മൈക്കോപ്ലാസ്മയിലെ ഏറ്റവും ചെറിയ മൈക്കോപ്ലാസ്മ PPLO അഥവാ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഏറ്റവും ചെറിയ മൈക്കോപ്ലാസ്മയാണ്. അതിന്റെ സൈസ് ആണ് 0.1 മൈക്രോമീറ്റർ. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തില്ല, എന്നാലും ഓർത്ത് വെക്കുക. And they are smaller and multiply more rapidly than eukaryotic cell. യൂക്കാരിയോട്ടിക് സെല്ലുകളേക്കാൾ, ശ്രദ്ധിക്കുക, യൂക്കാരിയോട്ടിക് സെല്ലുകളേക്കാൾ വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏത് സെൽ ഡിവിഷൻ നടക്കുന്നത്? ബൈനറി ഫിഷനിലൂടെ ഏറ്റവും വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദേ വാരി ഇൻ ഷേപ്പ്. നോക്കുക, അതാണ് ബാക്ടീരിയ. ഫ്ലജല്ലേറ്റഡ് ബാക്ടീരിയകൾ, ബാസിലസ് ടൈപ്പ് ബാക്ടീരിയ,
അതുപോലെ കോക്കസ് ടൈപ്പ് ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO. ഇനി നമുക്ക് നോക്കാം ബാക്ടീരിയകളെ. ശ്രദ്ധിക്കുക, ബാക്ടീരിയകളെ അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ടൈപ്പ് ബാക്ടീരിയൽ സെല്ലുകൾ. നമ്മൾ ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന അധ്യായത്തിലും പഠിച്ചു. റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ, ഇങ്ങനെ വടി പോലെ ഉള്ള റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയാസ് ആർ കോൾഡ് ആസ് ബാസിലസ്. സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയ ആർ കോൾഡ് ആസ് കോക്കസ്. അപ്പൊ ബാസിലസിന് എക്സാമ്പിൾ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഒന്ന് ലാക്ടോബാസിലസ്. അതുപോലെ തന്നെ മറ്റൊരു ബാസിലസ് ആണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. നമ്മൾ ബയോടെക്നോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. BT കോട്ടന്റെ ജീൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് ബാസിലസിലെ ജീനുകളാണ്, ബാസിലസ് തുറിഞ്ചിയൻസിസിലെ. അതുകൊണ്ടാണ് ബിയും ടിയും ചേർന്ന് BT എന്ന് പറയുന്നത്. അത് ഒരു റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. കോക്കസ് ഷേപ്പ് ബാക്ടീരിയ, അതായത് എന്താണ് കോക്കസ്? സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയകളെ കോക്കസ് ഓർ കൊക്കായി എന്ന് പറയുന്നു. ഇതാ സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയ. ആൻഡ് അതിന് എക്സാമ്പിൾ ആണ് ഡിപ്ലോകോക്കസ്. അപ്പൊ എന്താണ് കോക്കസ് ഷേപ്പ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ? ഡിപ്ലോകോക്കസ് ന്യൂമോണിയെ, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്. ഇതെല്ലാം കോക്കസ് ഷേപ്പ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്. ആൻഡ് കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ ആർ കോമൺലി കോൾഡ് ആസ്, ഇങ്ങനെ ഒരു വളവുള്ള കോമ ഷേപ്പ്, വിബ്രിയോ. അതിന് എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറെ, കോളറയുടെ ബാക്ടീരിയ. സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയ, ഇതേപോലെ സ്പൈറൽ, നോക്കാം, ഇതാ ഒരു ചിത്രം. സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയ ആർ കോൾഡ് ആസ് സ്പൈറില്ലം. അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് ലെപ്റ്റോസ്പൈറ. എക്സാമ്പിളുകൾ ഓർത്ത് വെക്കുക, നമുക്ക് ചോദിച്ചാൽ കൂടെ എക്സാമ്പിളുകൾ കൂടി പറയുന്നത് നന്നായിരിക്കും. അപ്പൊ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയയെ ബാസിലസ് എന്നും, സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയയെ കോക്കസ് എന്നും, കോമ ഷേപ്പ്ഡ് ബാക്ടീരിയയെ വിബ്രിയം എന്നും, സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയയെ സ്പൈറില്ലം എന്നുമാണ് നമ്മൾ പറയുന്നത്. ഇനി നോക്കാം അടുത്തത്. ബാക്ടീരിയയുടെ സെൽ ഓർഗനൽ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ സെൽ ഓർഗനലുകൾ അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ നോക്കിയാൽ ഇവിടെ ഒരു ന്യൂക്ലിയോയിഡ് കാണാം. നോക്കുക, ഇവിടെ ന്യൂക്ലിയസ്, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. DNA, സർക്കുലാർ DNA ഇങ്ങനെ കെട്ടുപടിഞ്ഞ് കിടക്കുന്നു. ഇനി ആ ന്യൂക്ലിയോയിഡ്, ഓയിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലെയുള്ളത് അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് പോലെ, അതായത് ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു, പക്ഷേ ന്യൂക്ലിയസിന്റെ യഥാർത്ഥ സ്ട്രക്ചർ ഇല്ല. എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, ക്രോമസോമൽ ഓർഗനൈസേഷൻ ആബ്സെന്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻസിപ്പിയന്റ് ന്യൂക്ലിയസ്. ഇൻസിപ്പിയന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രിമിറ്റീവ് എന്നാണ്. പ്രോ എന്ന് പറഞ്ഞാലും പ്രിമിറ്റീവ് ആണ്, ഫസ്റ്റ് ആണ്. പിന്നീട് മെംബ്രെയിനിലുള്ള എക്സ്റ്റൻഷനുകളെ, പ്ലാസ്മ മെംബ്രെയിനിലുള്ള എക്സ്റ്റൻഷനുകളെ നമ്മൾ പറയുന്നു മീസോസോം എന്ന് പറയുന്നു, മീസോസോം. പിന്നീട് സൈറ്റോപ്ലാസിൽ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA കാണാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡുകൾ. പ്ലാസ്റ്റിഡ് അല്ല, പ്ലാസ്മിഡ്. പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റോ അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റോ അല്ലെങ്കിൽ പിഗ്മെന്റ് കണ്ടെയ്നിങ് മെംബ്രെയിൻ ബൗണ്ടറി സ്ട്രക്ചർ ആണ്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA present in prokaryotic cell or bacterial cell. അതാണ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡുകളാണ് ബയോടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത്, ക്ലോണിംഗ് വെഹിക്കിളൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഫ്ലജല്ലയുണ്ട്, അതുപോലെ ചെറിയ പൈലസുകളും ഫിംബ്രിയെ കാണാം. അതുപോലെ തന്നെ പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും കോമൺ ആയി കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ്. കോമൺ എന്നേ പറഞ്ഞുള്ളൂ, സിമിലർ എന്ന് പറഞ്ഞിട്ടില്ല. കോമൺ ആയി കാണപ്പെടുന്ന സെൽ ഓർഗനലാണ് റൈബോസോം. അപ്പൊ ഇത്രയും സ്ട്രക്ചറുകളാണ്
പ്രധാനമായി നമുക്ക് കാണുക. നോക്കുക, സെൽ എൻവലപ്പ്, ബാക്ടീരിയയുടെ സെൽ എൻവലപ്പ് നമ്മൾ നോക്കിയാൽ ദേ ആർ കെമിക്കലി കോംപ്ലക്സ് പ്രൊട്ടക്റ്റീവ് കവറിംഗ്. ദേ ആർ കെമിക്കലി കോംപ്ലക്സ്. കെമിക്കലി കോംപ്ലക്സ് എന്ന് പറയാനുള്ള കാരണം വ്യത്യസ്ത കെമിക്കലുകൾ കൊണ്ടാണ് ബാക്ടീരിയയുടെ സെൽ എൻവലപ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്ത സെൽ കെമിക്കലുകൾ കൊണ്ട് ആദ്യത്തെ ലെയറിനെ 3 ഡിഫറന്റ് ലെയറുകൾ ടൈറ്റായി ബൗണ്ട് ചെയ്തുകൊണ്ട് 3 ഡിഫറന്റ് ലെയറുകൾ വളരെ ടൈറ്റായി ബൗണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ബാക്ടീരിയയുടെ സെൽ എൻവലപ്പ് കാണുക. ആദ്യത്തെ ഏറ്റവും പുറത്തെ എൻവലപ്പാണ് ഗ്ലൈക്കോകാലിക്സ്, ഔട്ടർ വൺ, ഗ്ലൈക്കോകാലിക്സ് ഔട്ടർ. മിഡിൽ സെൽ വാൾ, സെൽ വാൾ അവിടെ കാണുന്നു, മിഡിലിൽ കാണുന്നു, മിഡിൽ സെൽ വാൾ ആൻഡ് ഇന്നർ പ്ലാസ്മ മെംബ്രെയിൻ, ഏറ്റവും ഉള്ളിലായി. നോക്കുക, ഇതാണ് ഗ്ലൈക്കോകാലിക്സ്. അത് കഴിഞ്ഞ് സെൽ വാൾ, മഞ്ഞ നിറത്തിൽ സെൽ വാൾ, സെൽ വാൾ ഏറ്റവും ഉള്ളിലായി നമുക്ക് ഈ പച്ച കളറിൽ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ ഇങ്ങനെ 3 വ്യത്യസ്ത ലെയറുകളായി, 3 വ്യത്യസ്ത കെമിക്കൽ ലെയറുകളായാണ് കാണുന്നത്. അതിലെ മിഡിൽ ലെയർ ആണ് നമ്മുടെ സെൽ വാൾ. ഔട്ടർ ലെയർ ഗ്ലൈക്കോകാലിക്സ് ആണ്. ഗ്ലൈക്കോകാലിക്സ് ഹാർഡ് ആണെങ്കിൽ അതിനെ ക്യാപ്സ്യൂൾ എന്നും, ലൂസ് ഷീത്ത് ആണെങ്കിൽ ലൂസ് ഷീത്ത് ആണെങ്കിൽ സ്ലൈം ലെയർ എന്നും പറയുന്നു. സ്ലൈം ലെയർ. അപ്പൊ ഹാർഡ് ആണെങ്കിൽ ക്യാപ്സ്യൂൾ എന്നും, ലൂസ് ഷീത്ത് ആണെങ്കിൽ സ്ലൈം ലെയർ. ഏതിനാണ്? ഗ്ലൈക്കോകാലിക്സ്. അപ്പോ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡ് ആയിട്ടുള്ള ഗ്ലൈക്കോകാലിക്സ് ആണ് കാണാൻ കഴിയുന്നത്. വളരെ ഹാർഡ് ആയിട്ടുള്ള ഗ്ലൈക്കോകാലിക്സ് കാണുന്നു. എന്നാൽ ലൂസ് ഷീത്ത് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സ്ലൈം ലെയർ എന്ന് പറയുന്നു. ഇനി സെൽ വാൾ നോക്കുക, മിഡിൽ ലെയർ ആണ് സെൽ വാൾ. ആൻഡ് സീൻ ഇൻ ഓൾ പ്രൊകാരിയോട്സ്, എല്ലാ പ്രൊകാരിയോട്സിലും ഉണ്ട്. പക്ഷെ മൈക്കോപ്ലാസ്മയിൽ ഇല്ല, എക്സെപ്റ്റ് ഇൻ മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയിൽ എന്ത് കാണില്ല? സെൽ വാൾ കാണില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്. ബാക്ടീരിയൽ സെല്ലും മൈക്കോപ്ലാസ്മൽ സെല്ലും തമ്മിലുള്ള പ്രധാന സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് സെൽ വാൾ ഈസ് ആബ്സെന്റ്. ആൻഡ് എന്താണ് സെൽ വാളിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഗീവ് ഷേപ്പ് ടു ദ സെൽ, സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നു. ആൻഡ് പ്രൊവൈഡ് ദ സ്ട്രക്ചറൽ സപ്പോർട്ട്, ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സപ്പോർട്ട് ടു പ്രിവെന്റ് ദി ബാക്ടീരിയ ഫ്രം ബേഴ്സ്റ്റിംഗ് ഓർ കൊളാപ്സിംഗ്. ബേഴ്സ്റ്റിംഗ് ചെയ്തോ കൊളാപ്സിംഗ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. ആര് പ്രിവെന്റ് ചെയ്യുന്നു? സെൽ വാൾ. ആൻഡ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സെൽ വാൾ ഈസ് പെപ്റ്റിഡോഗ്ലൈക്കൺ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞിരുന്നു പെപ്റ്റിഡോഗ്ലൈക്കൺ. എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൺ? ഒന്നോർത്തെടുക്കാൻ പറ്റുമോ? നമ്മൾ 5 കിണ്ണം ക്ലാസിഫിക്കേഷന്റെ മൊനേറയുടെ ക്യാരക്ടർ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അവിടെ പോളിസാക്കറൈഡും അമിനോ ആസിഡും കൂടി ചേർന്ന, നോക്കുക, പോളിസാക്കറൈഡും അമിനോ ആസിഡും കൂടി ചേർന്ന ഒരു കെമിക്കൽ കോമ്പോസിഷൻ ആണ് ബാക്ടീരിയയുടെ സെൽ വാളിൽ കാണുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റിഡോഗ്ലൈക്കനുകൾ. ഇനി ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ഇന്നർ ലെയർ, സെമി പെർമിയബിൾ ആണ് ഇൻ നേച്ചർ ആൻഡ് സ്ട്രക്ചറലി സിമിലർ ടു ദാറ്റ് ഓഫ് യൂകാരിയോട്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും കോമൺ ആൻഡ് സിമിലർ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഒരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. സെൽവാൾ 2 ഭാഗത്തുണ്ട്. പ്രോകാരിയോട്ടിക് സെല്ലിലും സെൽവാൾ ഉണ്ട്, യൂകാരിയോട്ടിക് സെല്ലിലും സെൽവാൾ ഉണ്ട്. പക്ഷേ പ്രോകാരിയോട്ടിക് സെല്ലിലെ സെൽവാളിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അല്ല പ്ലാന്റ് സെല്ലിലോ ഫംഗൽ സെല്ലിലോ ഉള്ളത്. പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലോസും, ഫംഗൽ സെല്ലാണെങ്കിൽ കൈറ്റിനുമാണ് കാണാൻ കഴിയുക. കൈറ്റിൻ. അതുപോലെ തന്നെ പ്രോകാരിയോട്ടിക് സെല്ലിലും റൈബോസോം കാണാം, യൂകാരിയോട്ടിക് സെല്ലിലും റൈബോസോം കാണാം. പക്ഷേ സ്ട്രക്ചറലി ഡിഫറെന്റ് ആണ്. പക്ഷേ സ്ട്രക്ചറലി എന്താണ്? ഡിഫറെന്റ് ഉണ്ട്. അത് നമുക്ക് വിശദമായി കാണാം. ഫ്ലജല 2 ഭാഗത്തുമുണ്ട്. പക്ഷേ ഫ്ലജല്ലിയുടെ നേച്ചറിലും നമുക്ക് എന്ത് കാണാവുന്നതാണ്? വാരിയേഷൻ. അപ്പോൾ സ്ട്രക്ചറലി കോമൺ ആൻഡ് സിമിലർ,
which is present in the both prokaryote and eukaryotic cell. Plasma membrane is present in both prokaryote and eukaryotic cell and it is common and similar. രണ്ടിലും എന്താണ്? കോമൺ ആണ്, സിമിലർ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കോമൺ ആൻഡ് സിമിലർ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ. പ്ലാസ്മ മെംബ്രെയിൻ കോമൺ ആണ്, സിമിലർ ആണ്. ഇനി നോക്കാം, ബാക്ടീരിയയുടെ സെൽ എൻവലപ്പിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിന്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്ടീരിയ ഗ്രാം സ്റ്റെയിനിങ്, അതായത് ഇതാണ് ക്രിസ്റ്റ്യൻ ഗ്രാം, ആ ക്രിസ്റ്റ്യൻ ഗ്രാം ഡെവലപ്പ് ചെയ്ത സ്റ്റെയിനിങ് ടെക്നിക്കൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ആ ഗ്രാം സ്റ്റെയിനിങ്ങിനെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ മെത്തിലീൻ ബ്ലൂവിനോടുള്ള അഫിനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ പ്രത്യേകത, പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, ഫേവറബിൾ ആയിട്ടുള്ള, ഫോർവേഡ് ആയിട്ടുള്ള അഫിനിറ്റി കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ പ്രത്യേകതയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഗ്രാം സ്റ്റെയിൻ അഥവാ മെത്തിലീൻ ബ്ലൂ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് അബ്സോർബ് ചെയ്യുകയും അത് വിടാതെ പിടിച്ചിരിക്കുകയും ചെയ്യുന്ന, ഇപ്പൊ സെൽവാളിൽ അത് അബ്സോർബ് ചെയ്യുന്നു, വിടാതെ ബ്ലൂ കളറിൽ തന്നെ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള ബാക്ടീരിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. They take up and retain the gram stain and they do not retain the gram stain, they are called as gram negative bacteria. അവിടെ നോക്കുക, കളർ മാറി. നമ്മൾ മറ്റുപയോഗിക്കുന്ന സാഫ്രാനിൻ പോലുള്ള പിഗ്മെന്റിന്റെ കളറിലാണ് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സ്റ്റെയിനിന്റെ കളറിലാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഗ്രാം സ്റ്റെയിനിങ് നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ബ്ലൂ കളറിലും, എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മറ്റ് കളറായിട്ടുള്ള റെഡ് കളറിലോ പിങ്ക് കളറിലോ സാഫ്രാനിന്റെ കളറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ എസ്ട്രീഷ്യ കോളൈ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. നമ്മുടെ ലാക്ടോബാസിലസ് അറിയാം, പാലിനെ തൈരാക്കുന്ന, തൈരിനെ പാലാക്കുകയല്ല, പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ലാക്ടോബാസിലസ് ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്യാരക്ടർ, ബാക്ടീരിയയുടെ മീസോസോം. എപ്പോഴും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മീസോസോം. മീസോസോംസ് എന്ന് പറയുന്നത്, ദീസ് ആർ ഫോംഡ് ബൈ ഇൻഫോൾഡിംഗ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ ഇങ്ങനെയുള്ള ഇൻഫോൾഡിങ്ങുകൾ, അത് വെസിക്കുലാർ ഷേപ്പിലാവാം. ഇപ്പൊ നോക്കുക, പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ വെസിക്കിൾ പോലെ വരാം, അല്ലെങ്കിൽ ട്യൂബുലാർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലാമല്ലെ കുറെ അടുക്കി ഇതുപോലെയാവാം. അപ്പൊ ഇങ്ങനെ പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻവാജിനേഷനെയാണ്, നമ്മൾ എന്ത് പേര് പറയുന്നു? മീസോസോമുകൾ എന്ന് പറയുന്നു. എന്നാണ് പറയുന്നത്? മീസോസോം. ആൻഡ് ഇത് എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? നമുക്ക് നോക്കാം, ബാക്ടീരിയ അല്ലെങ്കിൽ പ്രൊകാരിയോട്ടിക് സെല്ലിൽ ഒരു സെൽ ഓർഗനലും ഇല്ല. സെൽ ഓർഗനൽസ് ആബ്സെന്റ് ആണ്, പക്ഷേ എല്ലാ ഫംഗ്ഷനുകളും ചെയ്യുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മീസോസോം. കാരണം ഈ മീസോസോമിൽ നിറഞ്ഞിരിക്കുന്ന എൻസൈമുകൾ എന്തിൽ പങ്കെടുക്കുന്നു? വ്യത്യസ്ത മെറ്റബോളിക് ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നു. എന്തെല്ലാം പങ്കെടുക്കുന്നുണ്ട്? സെൽ വാൾ ഫോർമേഷനിൽ പങ്കെടുക്കുന്നു 1, DNA റെപ്ലിക്കേഷനിൽ പങ്കെടുക്കുന്നു 2, ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്യാരക്ടർ, ക്രോമസോമിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പങ്കെടുക്കുന്നു, ഡോട്ടർ സെൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്തുള്ള ഡോട്ടർ സെല്ലിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പങ്കെടുക്കുന്നു 3, റെസ്പിറേഷനിലും സെക്രീഷനിലും. റെസ്പിറേഷൻ എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ മൈറ്റോകോൺട്രിയൽ ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിൽ അത് മീസോസോം. കാരണം മീസോസോം എന്ന് പറയുന്നത് ശരിക്കും ഇവല്യൂഷനിസ്റ്റുകൾ കണക്കാക്കുന്നത് പ്രിക്കേഴ്സർ ഓഫ് സെൽ ഓർഗനൽസ് ആയിട്ടാണ്. കാരണം ഇവിടെ ഇതാണ് ഒരു മീസോസോം എങ്കിൽ ഇതിനകത്ത് എൻസൈമുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ മെംബ്രെയിൻ ഇവിടെ ഒന്ന് ഡിറ്റാച്ച് ചെയ്താൽ, ഈ മെംബ്രെയിൻ ഇവിടെ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായി മാറി? ഇതിങ്ങനെ ഒരു മെംബ്രെയിൻ ബോണ്ട് സ്ട്രക്ചറായി. ഇങ്ങനെ ആവാം മെംബ്രെയിൻ ബൗണ്ടഡ് സ്ട്രക്ചറുകൾ ഫോം ചെയ്തത് എന്നാണ് എവല്യൂഷനിസ്റ്റുകൾ കണക്കാക്കുന്നത്. അപ്പോൾ പ്രിക്കേഴ്സർ ആണ്. ഇതിലാണ് വിവിധ എൻസൈമുകൾ നിറഞ്ഞിരിക്കുന്നത്. ആ എൻസൈമുകളാണ് വ്യത്യസ്ത ഫംഗ്ഷനുകൾ ചെയ്യുന്നത്. സോ റെസ്പിറേഷനിലും സെക്രീഷനിലും പങ്കെടുക്കുന്നു. ഗോൾഗി ബോഡിയുടെ ഫംഗ്ഷനാണ് സെക്രീഷൻ, മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ റെസ്പിറേഷൻ. അപ്പോൾ വ്യത്യസ്ത ഫംഗ്ഷനുകൾ, സെൽ വാൾ ഫോർമേഷൻ, DNA റെപ്ലിക്കേഷൻ, ക്രോമസോമിന്റെ ഡിസ്ട്രിബ്യൂഷൻ, റെസ്പിറേഷനിലും അതുപോലെ സെക്രീഷനിലും. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എൻസൈമാറ്റിക് കണ്ടന്റ്. അപ്പോൾ ഈ ഫംഗ്ഷനുകൾ വളരെ 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 പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു പഠിക്കുക.
ഇനി എന്താണ് ക്രൊമാറ്റോഫോറുകൾ? ഒരു ക്രൊമാറ്റോഫോറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ പിഗ്മെന്റ് കണ്ടെയ്നിങ് ഇൻഫോൾഡിങ്സ്. ഇപ്പൊ നമ്മള് ക്ലോറോപ്ലാസ്റ്റ് പോലെ സ്ട്രക്ചറുകളില്ല, അതിനു പകരം സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ BGA ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ നമുക്ക് കാണാം ഇങ്ങനെയുള്ള ഇൻഫോൾഡിങ്ങുകൾ. ഈ ഇൻഫോൾഡിങ്ങിന്റെ പ്രത്യേകത ഇതിനകത്ത് എന്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്? പിഗ്മെന്റ് നിറഞ്ഞു നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമാറ്റോ. ക്രോം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കളർ എന്നാണ്. ക്രോമോ കളർ. ക്രൊമാറ്റോഫോറുകൾ പിഗ്മെന്റ് കണ്ടെയ്നിങ് സ്റ്റോക്കുകളാണ്. മെംബ്രെയിൻ ഇൻവാജിനേഷനുകളെ സയനോബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഈ ഇൻവാജിനേഷനെ നമ്മൾ ക്രൊമാറ്റോഫോർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ന്യൂക്ലിയോയിഡുകൾ? ഇറ്റ് ഈസ് ഫോർമഡ് ഓഫ് നോൺ മെംബ്രേനിയസ് സർക്കുലാർ DNA. നെയ്ക്കഡ് ജീനോമാണ് ഇവിടെ കാണുന്നത്. നെയ്ക്കഡ് ജീനോമാണ് നമ്മൾക്ക് ബാക്ടീരിയയുടെ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്നത്. ആൻഡ് ദീസ് ആർ സിംഗിൾ ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോ ബാക്ടീരിയയുടെ പ്രോകാരിയോട്ടുകളുടെ ജനറ്റിക്കൽ മെറ്റീരിയലിന്റെ ക്യാരക്ടർ ചോദിച്ചാൽ നമുക്ക് അറിയണം. എന്തെല്ലാം അറിയണം? ഇറ്റ് ഈസ് ഫോർമഡ് ഓഫ് നോൺ മെംബ്രെയിനസ് നെയ്ക്കഡ് സർക്കുലാർ ജീനോമിക് DNA. നെയ്ക്കഡ് ജീനോമാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് ന്യൂക്ലിയോയിഡ് അഥവാ ഇൻസിപ്പിയന്റ് ന്യൂക്ലിയസ്. ഇൻസിപ്പിയന്റ് ന്യൂക്ലിയസ്. ആൻഡ് മെനി ബാക്ടീരിയ ഹാവ് small circular DNA outside the genomic DNA. നമ്മൾ പറഞ്ഞു എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA. എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA പറയുന്ന പേരാണ് പ്ലാസ്മിഡുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ആൻഡ് ഇറ്റ് ഗീവ്സ് സം യുണീക് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ ലൈക്ക് resistant to antibiotic to the bacteria. ബാക്ടീരിയക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലുള്ള ക്യാരക്ടറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പ്ലാസ്മിഡുകളാണ്. അത് മാത്രമല്ല, പ്ലാസ്മിഡുകൾ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നു. DNA ടെക്നോളജിയിൽ, ബയോടെക്നോളജിയിൽ, ജനറ്റിക് എഞ്ചിനീയറിംഗിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് DNA ടെക്നോളജിയിൽ എന്തുപയോഗിക്കുന്നു? ഈ പ്ലാസ്മിഡുകൾ ഉപയോഗിക്കുന്നു. ഇനി എന്താണ് ഫ്ലജല്ല? ദീസ് ആർ ഫിലമെന്റസ് എക്സ്റ്റൻഷൻ. ഇതാണ് ഒരു ബാക്ടീരിയൽ ഫ്ലജല്ല. എക്സ്റ്റൻഷൻ ഫ്രം ദ സെൽ വാൾ ഓഫ് മോട്ടൈൽ ബാക്ടീരിയ. മോട്ടൈൽ ബാക്ടീരിയ എന്താണ്? മോട്ടൈൽ മൂവിംഗ് ബാക്ടീരിയകളിൽ മാത്രമാണ് കാണുന്നത്. their number and arrangement varies in different. പലതരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. ഇപ്പോ ഒരു ഫ്ലജല്ല മാത്രമുള്ളത്, ഒരു ഭാഗത്ത് ഒരു ഗ്രൂപ്പ് ഫ്ലജല്ല, ഒരു ബാക്ടീരിയയുടെ രണ്ട് സൈഡിലും ഫ്ലജല്ല, സർഫസ് മുഴുവൻ ഫ്ലജല്ല, ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയ, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനുകൾ കാണാം. എന്തായാലും ഫ്ലജല്ല ലോക്കോമോഷനിൽ സഹായിക്കുന്ന ഓർഗനൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ്. ആൻഡ് ബാക്ടീരിയൽ ഫ്ലജല്ലം ഹാസ് 3 മേജർ പാർട്ട്: ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെന്റ്. ഇതാണ് ബേസൽ ബോഡി. ഈ ബേസൽ ബോഡിയാണ് സെൽ വാൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഹുക്ക് ആൻഡ് ഫിലമെന്റ്. ഫിലമെന്റ് ഈസ് ദ ലോങ്സ്റ്റ് പോർഷൻ, എക്സ്റ്റെൻഡ് ഫ്രം ദ സർഫസ് ടു ഔട്ട്സൈഡ്. സർഫസിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് ഏതാണ്? ഈ ഫിലമെന്റുകളാണ്. ഇനി പൈലസും ഫിംബ്രിയയും. എന്താണ് പൈലസ്? ഇത് രണ്ടും സർഫസ് സ്ട്രക്ചർ, they have no role in motility. മോട്ടൈലിറ്റിയിൽ കാര്യമായ റോളില്ല. ആൻഡ് പൈലസ് ആർ ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ മെയ്ഡ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് പൈലിൻ. ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. ഇതാണ് സെക്ഷുവൽ ബിഹേവിയർ, ബാക്ടീരിയയുടെ സെക്ഷുവൽ ബിഹേവിയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫിംബ്രിയെ ആർ സ്മോൾ ബ്രിസ്റ്റിൽ ലൈക്ക് ഫൈബർ. എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയുടെ സെൽ വാളിന് പുറത്ത് കാണുന്ന ചെറിയ ബ്രഷിന്റെ പല്ലുകൾ പോലെയുള്ള ഔട്ട് ഗ്രോത്തുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? നമ്മൾ പറയുന്നു ഫിംബ്രിയെ എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ് ടു അറ്റാച്ച് ദ ബാക്ടീരിയ ടു റോക്ക് ഇൻ ദ സ്ട്രീംസ് ടു ദ ഹോസ്റ്റ് ടിഷ്യൂ. ഹോസ്റ്റ് ടിഷ്യൂവിലും അതുപോലെ റോക്സിലും പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നു. ഇനി ബാക്ടീരിയയിലെ റൈബോസോം നമുക്ക് നോക്കാം. റൈബോസോം നമ്മൾ അടുത്ത ഭാഗത്ത് യൂക്കാരിയോട്ടുകളുടെ ഭാഗത്ത് നമ്മൾ കാണും. They are associated with the plasma membrane in the prokaryote. അപ്പോ ബാക്ടീരിയയിൽ ഇതാണ് സെൽ വാള് കഴിഞ്ഞ് ഇങ്ങനെയുള്ള പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ സർഫസിലാണ്
ഏറ്റവും അധികം റൈബോസോമുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. കാരണം അവിടെയാണ് എന്ത് നടക്കുന്നത്, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രക്ചറുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, റൈബോസോമുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിലാണ്. ഫ്രീ ഇൻ സൈറ്റോപ്ലാസം അല്ല, പ്രത്യേകം ഓർക്കുക. ആൻഡ് ദേ ആർ അബൌട്ട് 15 നാനോമീറ്റർ ബൈ 20 നാനോമീറ്റർ ഇൻ സൈസ്. ഒരു നാനോമീറ്റർ നമുക്കറിയാം 10⁻⁻⁹ മീറ്റർ ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. അത്രയും ചെറിയ വളരെ സൂക്ഷ്മമായ കണങ്ങളാണ്. ആൻഡ് പ്രോകാരിയോട്ടിക് റൈബോസോംസ് ആർ മെയ്ഡ് ഓഫ് 2 subunits 50s ആൻഡ് 30s ആൻഡ് ടുഗദർ ഇറ്റ് ഹാസ് 70s. എന്തുകൊണ്ടാണ് ഇത് കുറയുന്നത്? 2 സബ് യൂണിറ്റുകൾ, ബാക്ടീരിയയിലാണെങ്കിലും യൂക്കാരിയോട്ടുകളിലാണെങ്കിലും റൈബോസോമുകളുടെ 2 സബ് യൂണിറ്റുകൾ സെപ്പറേറ്റ് ആണ്. റൈബോസോമുകളുടെ ഈ സബ് യൂണിറ്റുകളുടെ എസ് എന്ന് പറയുന്നത് സ്വീഡ്ബർഗ് യൂണിറ്റ് ആണ്. സ്വീഡ്ബർഗ് യൂണിറ്റ് ആണ്, അഥവാ സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ് ആണ്. എന്താണ് സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ്? സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ് ഇത് നമ്മൾ അൾട്രാ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അടിഞ്ഞുകൂടുന്നത്, അതിന്റെ റേറ്റ് നോക്കിയാണ് നമ്മൾ സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റ് പറയുക. അപ്പോൾ 50s എന്ന് പറയുന്നത് ലാർജ് സബ് യൂണിറ്റ് ആണ്, 30s എന്ന് പറയുന്നത് സ്മോളർ സബ് യൂണിറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, അത് പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോഴാണ് രണ്ടും കൂടി ചേരുന്നത്, mRNA വരുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് സൈസ് ഒന്നുകൂടി ചെറുതാവുന്നു. അതുകൊണ്ടാണ് 50s plus 30s is equal to 70s ആയി മാറുന്നത്. S is sedimentation coefficient or Swedberg unit and it is indirectly measure density and size of ribosomal subunit. ഇനി ഈ റൈബോസോംസ് ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഓർ ട്രാൻസ്ലേഷൻ. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കും വിശദമായി തന്നെ. മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. ആൻഡ് സെവറൽ റൈബോസോംസ്, ഒരേ mRNAയിൽ തന്നെ ഒന്നിലധികം റൈബോസോമുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം. അപ്പൊ മീസോസോമും റൈബോസോമും പോളിസോമും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകുന്നത് ലൈസോസോം ഉണ്ട്. ഇങ്ങനെയുള്ള സോം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബോഡി എന്നാണ്. പോളിസോം, ഒന്നിലധികം റൈബോസോമുകൾ. മെനി റൈബോസോംസ് ആർ അറ്റാച്ച്ഡ് ടു ദ സെയിം mRNA and that is called as polysome or polyribosome. And ribosomes are polysome translate mRNA into protein synthesize ചെയ്യുന്നു. ഇനി ബാക്ടീരിയകളിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലുകളിൽ, പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയി നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയലുകൾ കാണാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂഷൻ ബോഡീസ്. എന്താണ് പറയുക? ഇൻക്ലൂഷൻ. എന്താണ് ഇൻക്ലൂഷൻ ബോഡീസ്? ദീസ് ആർ നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് മെംബ്രെയിനിയസ് സ്റ്റോർഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. യൂക്കാരിയോട്ടുകളുടെ സെല്ലിലുമുണ്ട്, പക്ഷേ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിനുകൾ കാണാം. പക്ഷേ പ്രോകാരിയോട്ടിക് സെല്ലുകളിൽ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്യാത്തതാണ്. ഇതിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഫ്രീ ഇൻ സൈറ്റോപ്ലാസം ഓഫ് പ്രോകാരിയോട്ടിക് സെൽ. അതിന് എക്സാമ്പിൾ ആണ് ഫോസ്ഫേറ്റ് ഗ്രാന്യൂളുകൾ, സൈനോഫൈസിയൻ ഗ്രാന്യൂളുകൾ, ഗ്ലൈക്കോജൻ ഗ്രാന്യൂളുകൾ, അതുപോലെ ഗ്യാസ് വാക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ബ്ലൂ ഗ്രീൻ ആൻഡ് പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. അപ്പോൾ ഗ്യാസ് വാക്യൂൾ കാണുന്നത് എവിടെയാണ്? ഗ്യാസ് വാക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ, ബ്ലൂ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകളിൽ നമുക്ക് കാണാം. ഇനി യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് നമ്മൾ പോയാൽ, ഇത്രയുമാണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ നമുക്ക് പഠിക്കാനായുള്ളത്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. യൂക്കാരിയോട്ടിക് സെല്ലിൽ എല്ലാം നമുക്ക് പഠിക്കാനില്ല. സെൽ മെംബ്രെയിൻ നമുക്ക് പഠിക്കാനുണ്ട്, സെൽ വാൾ നമുക്ക് പഠിക്കേണ്ടതില്ല, എൻഡോ മെംബ്രെയിൻ സിസ്റ്റം വേണ്ട, മൈറ്റോകോൺട്രിയ വേണം, പ്ലാസ്റ്റിഡുകൾ വേണം, റൈബോസോം വേണം, സൈറ്റോസ്കെലിറ്റനും സീലിയും ഫ്ലജല്ല പഠിക്കേണ്ട, സെൻട്രിയോൾ സെൻട്രോസോം പഠിക്കേണ്ട, ന്യൂക്ലിയസ് പഠിക്കണം, മൈക്രോബോഡീസ് വേണ്ട. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡുകൾ, റൈബോസോമുകൾ, ന്യൂക്ലിയസ്. ഇത്രയും കാര്യമായി നമ്മൾക്ക് സെൽ ഓർഗനലുകളായി പഠിക്കേണ്ടതുള്ളൂ. നമുക്കറിയാം യൂക്കാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനലുകളും കാണപ്പെടുന്ന സെല്ലുകളെയാണ് യൂക്കാരിയോട്ടിക് സെൽ അഥവാ ട്രൂ ന്യൂക്ലിയേറ്റഡ് സെൽ എന്ന് പറയുന്നത്. യു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ട്രൂ എന്നാണ്. യു ഓർ ട്രൂ ന്യൂക്ലിയേറ്റഡ് സെൽസ്. അതില് ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് സെൽ മെംബ്രെയിൻ ആണ്. Cell membrane is common and similar in both prokaryote and eukaryote. Cell membrane സ്ട്രക്ചർ നമുക്ക് ആദ്യം നോക്കാം. അവിടെ
ratio of protein and lipid varies in different cells. Cell membrane or plasma membrane is composed of ഫോസ്ഫോലിപ്പിഡുകളും അതുപോലെ തന്നെ പ്രോട്ടീനുമാണ് പ്രധാനമായും അതിൽ കാണപ്പെടുന്നത്. ദ കെമിക്കൽ കോമ്പോസിഷൻ, ബയോകെമിക്കൽ അനാലിസിസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിന്റെ ബയോകെമിക്കൽ അനാലിസിസ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. ആൻഡ് ഫോസ്ഫോലിപ്പിഡുകൾ അതിന്റെ കോമ്പോസിഷനിലും എല്ലാം വ്യത്യാസമുണ്ട്, റേഷ്യോയിൽ വ്യത്യാസമുണ്ട്. ഇൻ RBC, human RBC, the membrane has 52% protein and 40% lipid. 52%, 52% പ്രോട്ടീനുകളും 40% ലിപ്പിഡുകളുമാണുള്ളത്. 40% ലിപ്പിഡ്. Based on the ease of extraction, membrane proteins are two type. ഇതിനെ ഇന്റഗ്രൽ പ്രോട്ടീൻ എന്നും, അതായത് ലിപ്പിഡ് ബൈലെയർ ആയിട്ടാണ് കാണുന്നത്. ആ ലിപ്പിഡ് ബൈലെയറിൽ ഉള്ളിലേക്ക് ഫുള്ളായോ പാർഷ്യലിയോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന പ്രോട്ടീനുകളെ നമ്മൾ എന്ത് പറയുന്നു? ഇന്റഗ്രൽ അഥവാ ഇന്റേണൽ പ്രോട്ടീൻ എന്നും. പുറം ഭാഗത്ത് കാണപ്പെടുന്ന പ്രോട്ടീനുകളെ, ലിപ്പിഡ് ബൈലെയറിന്റെ പുറം ഭാഗത്ത് പെരിഫറൽ പാർട്ടിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളെ പെരിഫറൽ പ്രോട്ടീൻ അഥവാ എക്സ്റ്റേണൽ ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്നും പറയുന്നു. ഇൻട്രിൻസിക് പ്രോട്ടീൻ ഓർ ഇന്റഗ്രൽ പ്രോട്ടീൻ, അതുപോലെ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. അപ്പൊ ഇവിടെ ഈ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്ന രണ്ട് ഭാഗമുണ്ട്, ഒരു ഹെഡും ടൈലും. ഈ ഹെഡും ടൈലുമുള്ള ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂളുകൾ രണ്ട് ലെയർ ആയിട്ടാണ് കാണുന്നത്. അതിനാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത്. അതാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ, രണ്ട് ലെയർ. അതിന്റെ ഉള്ളിലേക്ക് പ്രോട്ടീനുകളെ കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലിയോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള പ്രോട്ടീനുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റേണൽ പ്രോട്ടീൻ എന്നും അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീൻ എന്നും. പെരിഫറൽ സൈഡിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളെ എക്സ്റ്റേണൽ പ്രോട്ടീൻ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ അല്ലെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്, എക്സ്ട്രിൻസിക്. ഇനി ഈ ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഹൈഡ്രോഫിലിക് ഹെഡും അതുപോലെ തന്നെ ഈ ടൈലിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോഫോബിക് ടെയിൽ. ഹെഡ് പ്രധാനമായും ഫോസ്ഫേറ്റ് ഹെഡും ഫാറ്റി ആസിഡ് ആണ് ടെയിലിൽ കാണപ്പെടുന്നത്. ആൻഡ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. ദ മോസ്റ്റ് അക്സെപ്റ്റഡ് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഫ്ലൂയിഡ് മൊസൈക്ക്, ഒരു സെമി ഫ്ലൂയിഡ് ലെയറിൽ മൊസൈക്കുകൾ പോലെ ഇന്റഗ്രൽ പ്രോട്ടീനുകളെയും എക്സ്ട്രിൻസിക് പ്രോട്ടീനുകളെയും ചിതറിയിരിക്കുന്ന, അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അനുസരിച്ച് SJ സിംഗറും JL നിക്കോൾസണും 1972 പ്രപ്പോസ് ചെയ്ത്. എപ്പോഴാണ്? 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ, പാട്ട് പാടുന്ന ആൾ സിംഗർ നിക്കോൾസൺ 1972 ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ FMM ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തു. According to this model, plasma membrane is a quasi-fluid membrane, and quasi-fluid nature of the lipid enable the lateral movement of the protein. പ്രോട്ടീന്റെ ലാറ്ററൽ മൂവ്മെന്റ് നോക്കുക, ഇതാണ് ലിപ്പിഡ് ബൈലെയർ. ഇതിലെ പ്രോട്ടീനുകൾക്ക് ലാറ്ററൽ മൂവ്മെന്റ് നടത്താൻ കഴിയും. അത് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൂയിഡിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലൂയിഡിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ വാസ് പ്രൊവൈഡഡ് ബൈ. ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്, what is fluidity? It is the capacity of protein molecule to undergo lateral movement in the overall lipid bilayer. ആ ഫ്ലൂയിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ലിപ്പിഡ് ബൈലെയർ ആണ്. And this ability to move within the membrane is measured it as fluidity. Important ആണ് fluidity.
ഓക്കെ, ഇനി എന്താണ് പ്ലാസ്മ മെംബ്രെയിന്റെ ഫംഗ്ഷൻ? പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾ. മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിലും പഠിക്കും. മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്, ദ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ ഓർ സെമി പെർമിയബിൾ. ഒരു സെലക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ലിവിംഗ് മെംബ്രെയിൻ ആണ്. സെൽ വാൾ പോലെ എന്തല്ല, ഡെഡ് അല്ല. സെൽ വാൾ ഡെഡ് ആണ്, പക്ഷേ പ്ലാസ്മ മെംബ്രെയിൻ ഹാസ് എ കപ്പാസിറ്റി ടു സെലക്ട് ദ മോളിക്യൂൾ ടു ട്രാൻസ്പോർട്ട് അക്രോസ് ഇറ്റ്. മോളിക്യൂളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ ഏത് മോളിക്യൂളുകളെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ആൻഡ് ഡ്യൂ ടു ദ ഫ്ലൂയിഡ് നേച്ചർ പ്ലാസ്മ മെംബ്രെയിൻ ക്യാൻ ഹെൽപ്പ് ഇൻ ദ സെൽ ഗ്രോത്ത്. റിജിഡ് അല്ല. സെൽ ഗ്രോത്തിന് ഫോർമേഷൻ ഓഫ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻ, നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സെൽ ജംഗ്ഷനുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അഡ്ഹസീവ് ജംഗ്ഷൻ എല്ലാം പഠിക്കുന്നുണ്ട്, ഗ്യാപ് ജംഗ്ഷൻ ഒക്കെ പഠിക്കുന്നു. അതുപോലെ സെക്രീഷൻ, എൻഡോസൈറ്റോസ്. എൻഡോസൈറ്റോസ് എന്ന് പറയുന്നത് സെല്ലുകളെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുകയോ അകത്തേക്ക് എടുക്കുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്ന, നമ്മൾ ഫാഗോസൈറ്റോസ് എല്ലാം പഠിക്കുന്നു. ഒരു പുറത്തു നിന്നുള്ള വസ്തുവിനെ അകത്തോട്ട് എൻഗൾഫ് ചെയ്യുന്ന രീതി നമ്മൾ അമീബയിലും WBCയിലെല്ലാം കാണുന്നു. അതുപോലെ തന്നെ സെൽ ഡിവിഷൻ, കാരണം ഇതൊരു ഫ്ലൂയിഡ് നേച്ചറാണ്. സെമി ഓർ ക്വാസി ഫ്ലൂയിഡ് നേച്ചറാണ് ആര് കാണിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ കാണിക്കുന്നത്. ഇനി മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് രണ്ട് തരത്തിലുണ്ട്, പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. പാസീവ് ട്രാൻസ്പോർട്ട് എന്ത് വേണ്ട? എനർജി ആവശ്യമില്ല, എന്നാൽ ATP ആവശ്യമില്ല. നോ ATP. ബട്ട് ഇവിടെ എന്താവശ്യമാണ്? ATP വിത്ത് ദ റിക്വയർമെന്റ് ഓഫ്, വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് ATP. ATPയുടെ യൂട്ടിലൈസേഷനോടുകൂടി നടക്കുന്ന ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട്? ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ അക്രോസ് ദ മെംബ്രെയിൻ എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ഇല്ലാതെ. നോക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ്, വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്, ഇവിടെ കൂടുതലാണ്, ആ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് ട്രാൻസ്പോർട്ട്. അവിടെ എന്ത് വേണ്ട? there is no utilization of ATP. and simple diffusion ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്. അത് നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റിൽ പഠിക്കും. പോളാർ മോളിക്യൂൾ ഡു നോട്ട് പാസ് ത്രൂ ദ നോൺ പോളാർ ലിപ്പിഡ് ലെയർ. പോളാർ മോളിക്യൂളുകൾ അത് നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡ് ബൈലെയറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് കാരിയർ പ്രോട്ടീനിലൂടെ, ഇതുപോലുള്ള കാരിയർ പ്രോട്ടീനിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫെസിലിറ്റേറ്റഡ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കാരണം പാസീവ് ട്രാൻസ്പോർട്ടിൽ എന്ത് വേണ്ട? ATP വേണ്ട, എനർജിയുടെ എക്സ്പെൻഡിച്ചർ ഇല്ല. അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്താവശ്യമാണ്? എനർജി വേണം. ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, ദാറ്റ് ഈസ് ഫ്രം ലോവർ ടു ഹയർ. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു വിത്ത് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ATP മോളിക്യൂൾ. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് സോഡിയം പൊട്ടാസ്യം പമ്പ്, നമ്മുടെ എന്താ പറയുക, ന്യൂറോണുകളുടെ ഇമ്പൾസുകളുടെ ട്രാൻസ്മിഷൻ എല്ലാം വരുന്ന സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇത്രയുമാണ് പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ പഠിക്കാനുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, സിംഗർ ആൻഡ് നിക്കോൾസൺ, ഫോസ്ഫോലിപ്പിഡുകൾ, അതേപോലെ തന്നെ പ്രോട്ടീനുകൾ, രണ്ട് തരത്തിലുള്ള പ്രോട്ടീനുകൾ, അതിൻ്റെ ഫംഗ്ഷൻ, മെംബ്രെയിൻ ട്രാൻസ്പോർട്ടും എൻഡോമൈറ്റോസിസും ഇതെല്ലാം എൻഡോസൈറ്റോസും എല്ലാം നമ്മൾ കൃത്യമായി പഠിക്കണം. ഇനി മൈറ്റോകോൺട്രിയ നമുക്ക് പഠിക്കാനുള്ളത്. മൈറ്റോകോൺട്രിയ ഈസ് എ ഡബിൾ മെംബ്രേനിയസ് സെൽ ഓർഗനൽ. രണ്ട് മെംബ്രെയിൻ ഉണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും കാണാം. ആൻഡ് ദേ ആർ ക്ലിയർലി വിസിബിൾ ഓൺലി വെൻ സ്റ്റെയിൻ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്പർ, ഷേപ്പ് ആൻഡ് സൈസ് ആർ വേരിയബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിയോളജിക്കൽ ആക്ട്. കാരണം
ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി കൂടുന്നതോറും ഇപ്പോൾ അത്ലറ്റുകളുടെ മസിലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ, ഹാർട്ടിലെല്ലാം വളരെ നീളം കൂടിയ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ കാണാം. സാധാരണ ഒരു സോസേജ് ഷേപ്പാണ് കാണുന്നത്. ഇതുപോലെ നമ്മുടെ ചിക്കൻ റോളൊക്കെ പോലെ തന്നെ ഒരു സോസേജ് ഷേപ്പാണ് കാണുന്നത്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്നർ മെംബ്രെയിനുകളും ഉണ്ട്. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. ഔട്ടർ മെംബ്രെയിൻ കണ്ടിന്യൂസ് ആണ്, ഇന്നർ മെംബ്രെയിൻ ഫോൾഡിങ്ങുകൾ കാണാം. ആൻഡ് ഇറ്റ് ഹാസ് എ സൈസ് ഓഫ് 0.2 to 1.0 മൈക്രോമീറ്റർ, ആവറേജ് 0.5 മൈക്രോമീറ്റർ ആണ്. അത് നീളവും, എന്നാൽ ഡയമീറ്റർ, നീളം എന്ന് പറയുന്നത് എത്രയാണ്? നീളം 1.0 to 4.0 മൈക്രോമീറ്റർ ആണ്. ആൻഡ് ഡയമീറ്റർ നമ്മൾ പറഞ്ഞത് 0.2 to 1.0, അതിൽ ആവറേജ് 0.5. അപ്പോൾ ഡയമീറ്റർ നമ്മൾ പറഞ്ഞു, ലെങ്ത് പറഞ്ഞു. ഇനി മൈറ്റോകോൺട്രിയ ഒരു ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ ആണെന്ന് നമ്മൾ കണ്ടു. മൈറ്റോകോൺട്രിയയുടെ സൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലെങ്ത് എത്രയായിരുന്നു? ലെങ്ത് 1.0 to 4.1 മൈക്രോമീറ്റർ ലെങ്ത്തും, അതുപോലെ 0.2 to 1.0 മൈക്രോമീറ്റർ ഡയമീറ്ററുമാണ്. ഇത് ലെങ്ത്, ഡയമീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് ആൻ ആവറേജ് ഓഫ് 0.5 മൈക്രോമീറ്റർ. ആവറേജ് ഡയമീറ്റർ എന്ന് പറയുന്നത് 0.5 മൈക്രോമീറ്റർ ആണ്. ഡബിൾ മെംബ്രേനിയസ്, രണ്ട് മെംബ്രെയിനുകളുണ്ട്. ഡബിൾ മെംബ്രേനിയസ് ആണ്. ആൻഡ് വിത്ത് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇറ്റ് ഡിവൈഡ് ദ ലൂമൻ ഇൻടു 2 aqueous chamber, ഔട്ടർ കമ്പാർട്ട്മെന്റ് ആൻഡ് ഇന്നർ കമ്പാർട്ട്മെന്റ് മാട്രിക്സ്. ഇതിനകത്തുള്ള ഇന്നർ മെംബ്രെയിന് അകത്ത്, അല്ലെങ്കിൽ ഇന്നർ മെംബ്രെയിന് ശേഷം മൈറ്റോകോൺട്രിയയുടെ അകത്ത്, ഇതാണ് മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഈ ഇന്നർ മെംബ്രെയിന് ഉള്ളിലായി നമ്മൾക്ക് എന്ത് കാണാം? ഒരു ഇന്നർ മെംബ്രെയിൻ കമ്പാർട്ട്മെന്റ് കാണാം. ഈ ഭാഗം ഇവിടെ ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് കാണാം. ഫ്ലൂയിഡ് മാട്രിക്സ്. ഓക്കെ, ഇത് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. രണ്ട് മെംബ്രെയിനുകളുടെ, ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇത് ഇന്നർ മെംബ്രെയിൻ. ഈ ഔട്ടർ മെംബ്രെയിനും ഇത് ഔട്ടർ മെംബ്രെയിൻ ആണ്, ഇത് ഇന്നർ മെംബ്രെയിൻ ആണ്. ഈ ഔട്ടർ ഇന്നർ മെംബ്രെയിൻ ഇടയിലുള്ള സ്പേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ മെംബ്രെയിൻ. ഇന്റർ, ഇൻ ബിറ്റ്വീൻ, രണ്ട് മെംബ്രെയിനുകളുടെ ഇടയിലുള്ള ഒരു സ്പേസ്, രണ്ട് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഫോംസ് എ നമ്പർ ഓഫ് ഇൻഫോൾഡിംഗ്. നോക്കാം, ഇവിടെയും ഇതിലും നമുക്ക് കാണാം ധാരാളം എന്ത് കാണാം? ഇൻഫോൾഡിങ്ങുകൾ കാണാം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്രിസ്റ്റേ. ക്രിസ്റ്റേ, ക്രിസ്റ്റേ എവിടേക്കാണ്? ഇതാ, ഇത് ക്രിസ്റ്റേ ആണ്. ആൻഡ് ദ ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഈ ക്രിസ്റ്റയിലാണ് നമ്മൾക്ക് എന്ത് കാണാൻ കഴിയുന്നത്? ധാരാളം F0 F1 പാർട്ടിക്കിളുകൾ, ഇങ്ങനെ ഹെഡും സ്റ്റോക്കുമുള്ള F0 F1 അല്ലെങ്കിൽ ഓക്സിസോമുകൾ, F0 F1 പാർട്ടിക്കിളുകൾ കാണുന്നത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓക്സിസോം. ആൻഡ് ദേ ആർ ഇൻവോൾവ് ഇൻ ATP synthesis. നമ്മൾക്കറിയാം മൈറ്റോകോൺട്രിയ ഈസ് കോമൺലി കോൾഡ് ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്തുകൊണ്ടാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ ബിക്കോസ് മൈറ്റോകോൺട്രിയ ഈസ് ദ സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിരേഷൻ ആൻഡ് ATP സിന്തസിസ്. സെല്ലുലാർ റെസ്പിരേഷന്റെ ക്രബ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും നടക്കുന്ന ഭാഗമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് എനർജി ഓർ ATP സിന്തസിസ്. ATPയുടെ സിന്തസിസ് നടക്കുന്നു. ATP സിന്തസിസ് നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പേര് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ. അപ്പം മൈറ്റോകോൺട്രിയയുടെ ഈ ക്രിസ്റ്റയുടെ നീളം കൂടുന്തോറും അതിൽ ഉള്ള F0 F1 പാർട്ടിക്കിളുകളുടെ, ഓക്സിസോമുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇനി മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത നോക്കാം. ടു മെംബ്രെയിൻ ഹാവ് their own specific enzymes associated with mitochondrial function. എന്താണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ? സെല്ലുലാർ റെസ്പിരേഷൻ. എന്ത് സെല്ലുലാർ റെസ്പിരേഷൻ ആണ്? അവിടെ സെല്ലുലാർ റെസ്പിരേഷന്റെ ഘട്ടങ്ങളായിട്ടുള്ള
ക്രബ്സ് സൈക്കിളും അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവും ടെർമിനൽ ഓക്സിഡേഷനും നടക്കുന്ന സൈറ്റാണ് നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ഉൾഭാഗം, അതുപോലെ തന്നെ ഇന്റർ മെംബ്രെയിൻ. അപ്പൊ അതിനാവശ്യമായ എൻസൈമുകൾ നമുക്ക് കാണാം. ഇനി അത് മാത്രമല്ല, മൈറ്റോകോൺട്രിയയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് മാട്രിക്സ് പോസസസ് സർക്കുലാർ DNA. ഇവിടെ കാണാം, നിങ്ങൾക്ക് സർക്കുലാർ DNA കാണാം. ഇത് സർക്കുലാർ DNA ആണ്. ആൻഡ് ഫ്യൂ മോളിക്യൂൾസ് ഓഫ് റൈബോസോം ഇവിടെ കാണുന്നത് 70S റൈബോസോം ആണ്, അതായത് പ്രോകാരിയോട്ടിൽ കാണപ്പെടുന്ന റൈബോസോം ആണ്. ആൻഡ് ദേ ആർ ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്നു. പ്രോട്ടീൻ, അതുകൊണ്ട് തന്നെ നമ്മൾ മൈറ്റോകോൺട്രിയയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെമി ഓട്ടോണോമസ് സെൽ ഓർഗനലെ. മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത നമ്മൾ കണ്ടു. മൈറ്റോകോൺട്രിയയിൽ DNA പീസും അതേപോലെ കുറച്ച് RNAയും അതുകൂടാതെ 70S റൈബോസോമും കാണുന്നു. എന്ത് റൈബോസോമാണ് കാണുന്നത്? 70S റൈബോസോം. 70S റൈബോസോം ആരുടെ പ്രത്യേകതയാണ്? പ്രോകാരിയോട്ടിക് റൈബോസോമുകളാണ്. ഈ റൈബോസോമുകളും DNA ഉപയോഗിച്ച് മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത, മൈറ്റോകോൺട്രിയ അവർക്ക് ആവശ്യമായ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ച പേരാണ് സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ. സെമി പകുതി, ഓട്ടോമസ് നിയന്ത്രിതമായ, സ്വയം നിയന്ത്രിക്കുന്നു. കാരണം ഏത് സെൽ ഓർഗനുകളുടെയും ആക്ടിവിറ്റികളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിന് പുറമെ, ന്യൂക്ലിയസിന് അഡീഷണലായി എന്തുകൂടിയുണ്ട്? മൈറ്റോകോൺട്രിയയുടെ അകത്ത് ഒരു പീസ് DNA ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസിന് അഡീഷണലായി DNA കാണപ്പെടുന്ന ഒരു കേന്ദ്രം ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഒന്നുകൂടിയുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്ന പ്ലാസ്റ്റിഡുകൾ നോക്കുക. അടുത്ത നമ്മൾ പ്ലാസ്റ്റിഡ് ആണ് കാണുന്നത്. പ്ലാസ്റ്റിഡ്സ് എന്താണ്? പ്ലാസ്റ്റിഡുകൾ ദേ ആർ ഫൗണ്ട് ഇൻ ഓൾ പ്ലാന്റ് സെൽസ് ആൻഡ് യുഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡുകൾ നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? പ്രോട്ടിസ്റ്റയിൽ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾക്ക് ഫോക്കസ് ഏരിയ പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഇല്ല. ലാർജ് സൈസ്ഡ്, ഈസിലി ഒബ്സർവബിൾ അണ്ടർ മൈക്രോസ്കോപ്പ്. ആരെക്കാൾ വലുതാണ്? പ്ലാസ്റ്റിഡുകൾ മൈറ്റോകോൺട്രിയേക്കാൾ വലുതാണ്. ലാർജർ ദാൻ മൈറ്റോകോൺട്രിയ. ആൻഡ് ദേ കണ്ടെയ്ൻ സം പിഗ്മെന്റ്സ്. 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡുകളാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് എലിയോപ്ലാസ്റ്റ്. പ്രോപ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഫോം ആണ്. ക്രോമോപ്ലാസ്റ്റ് വാരിഡ് കളറിൽ, ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളറിൽ, ലൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. എന്താണെന്ന് വിശദമായി നമുക്ക് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ ആൻഡ് പിഗ്മെന്റ്, കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ആൻഡ് ദേ ട്രാപ്പ് ലൈറ്റ് എനർജി ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഫോട്ടോസിന്തസിസിൽ ഉൾപ്പെടുന്നത്. മറ്റ് പ്ലാസ്റ്റിഡുകളില്ല, ക്ലോറോപ്ലാസ്റ്റ് മാത്രം. ആൻഡ് ക്രോമോപ്ലാസ്റ്റ് that contain fat soluble carotenoid like carotene, pigment like xanthophyll etc. and they give yellow, orange, red color to plant parts. അല്ലേ? ഫ്രൂട്ടിനും അതുപോലെ ഫ്ലവറിനും ചില ലീഫുകൾക്കുമെല്ലാം ഈ കളർ കൊടുക്കുന്നത്, ഈ വ്യത്യസ്ത കളർ കൊടുക്കുന്നത് ആരാണ്? ക്രോമോപ്ലാസ്റ്റുകളാണ്. ഇനി ലൂക്കോപ്ലാസ്റ്റ്, ലൂക്കോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് എന്നാണ്. Leucoplasts are colorless plastid and varied shapes and sizes store nutrient. ഇവർ എന്താണ്? സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് അത് 3 തരത്തിലുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മാച്ചിങ് ടൈപ്പിലോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ റിലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അമൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നു. അമൈലോം സ്റ്റാർച്ച്. അലൂറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോട്ടീനോപ്ലാസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പ്രോട്ടീനോപ്ലാസ്റ്റ് അല്ല, അലൂറോപ്ലാസ്റ്റ്. അലൂറോപ്ലാസ്റ്റ് എന്താണ്? പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നതാണ്. എലിയോപ്ലാസ്റ്റ് വിച്ച് സ്റ്റോർ ഫാറ്റ്സ് ആൻഡ് ഓയിൽ, ഫാറ്റും ഓയിലും. പൊട്ടറ്റോയിലെല്ലാം കാണുന്നത് അമൈലോപ്ലാസ്റ്റ് ആണ്. ഇനി ക്ലോറോപ്ലാസ്റ്റ് നോക്കാം. ദേ ആർ ഡബിൾ മെംബ്രേനിയസ്. ഇവിടെയും
രണ്ട് മെംബ്രെയിനുകളുണ്ട്. മൈറ്റോകോൺട്രിയ പോലെ തന്നെ രണ്ട് മെംബ്രെയിനുകൾ കാണാം. മീസോഫിൽ ഓഫ് ലീഫിന്റെ ഇത് മീസോഫിൽ സെല്ലാണ്. ഇതിലാണ് നമുക്ക് നോക്കാം, ഈ പച്ച എല്ലാം കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് ആണ്. ലെൻസ് ഷേപ്ഡ് ആവാം, ഓവൽ, സ്ഫെറിക്കൽ, ഡിസ്കോയിഡ്, റിബൺ ഷേപ്പ്, ഇതെല്ലാം വാരിഡ് ഷേപ്പ് പൊതുവെ കാണുന്നത് നമ്മുടെ ഏതിലാണ്? പൊതുവെ കാണുന്നത് നമ്മളുടെ ഗ്രീൻ ആൽഗയിലാണ്. ഹയർ പ്ലാന്റുകളിൽ ഡിസ്കോയിഡ് ഷേപ്പാണ് അല്ലെങ്കിൽ ലാൻസിയോലൈറ്റ് ആണ്. ഇതുപോലുള്ള ലെൻസ് ഷേപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. ആൻഡ് ലെങ്ത് അബൌട്ട് 5 to 10 മൈക്രോമീറ്റർ. നമ്മൾ മൈറ്റോകോൺട്രിയയുടെ ലെങ്ത് പറഞ്ഞു 1 to 4.1 മൈക്രോമീറ്റർ. അപ്പോൾ അതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ആൻഡ് വിഡ്ത്ത് 2 to 4 മൈക്രോമീറ്റർ. ആൻഡ് നമ്പർ വാരീസ് ഫ്രം 1 to 20 to 40. ഒരെണ്ണം കാണുന്നത് ക്ലാമിഡോമോണസിലാണ്. 20 മുതൽ 40 വരെ പ്ലാന്റ് സെല്ലുകളുടെ മീസോഫിൽ സെല്ലുകളിൽ അപ്പർ എപ്പിഡെർമിസിലുള്ള എപ്പിഡെർമിസിന് താഴെയായി കാണുന്ന മീസോഫിൽ സെല്ലുകളിൽ കാണാം. ഇനി ഔട്ടർ ഇന്നർ മെംബ്രെയിനുകളുണ്ട്. ഇന്നർ മെംബ്രെയിൻ ഈസ് ലെസ് പെർമിയബിൾ. ഇന്നർ മെംബ്രെയിൻ എന്താണ്? ലെസ് പെർമിയബിൾ ആണ്. ലെസ് പെർമിയബിൾ. ആൻഡ് ഇൻസൈഡ് ദർ ഈസ് എ സ്പേസ് and that contain the fluid called stroma, and stroma is a site of dark phase of photosynthesis. എന്നാൽ മെംബ്രെയിനുകൾ കൊണ്ട്, തൈലക്കോയിഡ് മെംബ്രെയിനുകൾ കൊണ്ട്, ഫ്ലാറ്റൻഡ് മെംബ്രെയിനുകൾ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന ഗ്രാന ഇതേപോലെ ഒന്നിന് മുകളിൽ മറ്റൊന്നായി ഇതേപോലെ അടുക്കി വെച്ചിരിക്കുന്ന ഗ്രാനയുടെ ഫംഗ്ഷൻ that is involved in ലൈറ്റ് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിന് രണ്ട് ഫേസുകൾ നമ്മൾ ഫോട്ടോസിന്തസിൻ ഹയർ പ്ലാന്റിൽ പഠിക്കും. ആ രണ്ട് ഫേസുകൾ, ഡാർക്ക് ഫേസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഫേസ് നടക്കുന്നത് സ്ട്രോമയിലും ഫ്ലൂയിഡ് പാർട്ടിലും മെംബ്രേനിയസ് സ്റ്റാക്കിലാണ്. ഇവിടെയാണ് ക്ലോറോഫിൽ മോളിക്യൂളുകൾ കാണുന്നത്, പിഗ്മെന്റ് സിസ്റ്റംസ് കാണുന്നത്. അവിടെയാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. ആൻഡ് ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആർ പ്രസന്റ് ഇൻ ദ തൈലക്കോയിഡ്സ്. ആൻഡ് there are fret membranous tubules. അതായത് ഈ നമ്മുടെ ഗ്രാനയുടെ ഇടയിൽ ഇന്റർഗ്രാനൽ മെംബ്രെയിൻ എന്ന് പറയപ്പെടുന്ന ഫ്രെറ്റ് മെംബ്രെയിനുകൾ കാണാം. അവിടെയും തൈലക്കോയിഡുകൾ തന്നെയാണ്, അവിടെയും ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. ആൻഡ് ദ സ്ട്രോമ കണ്ടെയ്ൻ, ഇവിടെയും ഡബിൾ സ്ട്രാൻഡഡ് DNA കാണാം. നോക്കുക, ഈ പിക്ചറിൽ കുറച്ചുകൂടി ക്ലിയർ ആയി കാണാൻ പറ്റില്ല. ഇതിനകത്തും ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്. 70s റൈബോസോംസ് കാണാം. അതുകൊണ്ട് തന്നെ ദേ ആർ ആൾസോ ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ആൻഡ് ഇതിനെയും നമ്മൾ എന്ത് പറയുന്നു? ക്ലോറോപ്ലാസ്റ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി ഓട്ടോണോമസ് സെൽ ഓർഗനൽ. അപ്പൊ എത്ര സെമി ഓട്ടോണോമസ് സെൽ ഓർഗനലുകൾ ഉണ്ട്? 2 സെമി ഓട്ടോണോമസ് ഓർഗനൽ. മൈറ്റോകോൺട്രിയയ്ക്ക് പുറമെ ന്യൂക്ലിയസിന് അഡീഷണലായി, ന്യൂക്ലിയസ് അല്ലാതെ മറ്റൊരു സെൽ സ്ട്രക്ചറിൽ DNA കാണപ്പെടുന്നത് 2 ഭാഗങ്ങളിൽ, ഒന്ന് മൈറ്റോകോൺട്രിയയിലും മറ്റൊന്ന് ക്ലോറോപ്ലാസ്റ്റിലും. മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇവിടെയാണ് ഇത് രണ്ടിനെയും സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ. ആൻഡ് ദ റൈബോസോംസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആർ സ്മോളർ, ദാറ്റ് ഈസ് 70s റൈബോസോം, ദാറ്റ് ഈസ് ലാർജർ ദാൻ നോർമൽ യൂക്കാരിയോട്ടിക് റൈബോസോം. ഇനി എന്താണ് റൈബോസോം? പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ആണ്. സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസോം. ദീസ് ആർ നോൺ മെംബ്രേനിയസ് ഗ്രാനുലാർ പാർട്ടിക്കിൾ കമ്പോസ്ഡ് ഓഫ് rRNA, ribosomal RNA and protein. They have no membrane and it is present in both prokaryote and eukaryote. പക്ഷേ പ്രോകാരിയോട്ടിൽ കാണപ്പെടുന്ന റൈബോസോം 70s റൈബോസോമും യൂക്കാരിയോട്ടിലെ റൈബോസോം 80s റൈബോസോമാണ്. ഇതിനും 2 സബ് യൂണിറ്റുകളുണ്ട്. ഒരു ലാർജർ സബ് യൂണിറ്റ് 60s സബ് യൂണിറ്റും അതുപോലെ തന്നെ ഒരു 40s സബ് യൂണിറ്റ്. ഇവിടെയും 60ഉം 40ഉം കൂടി കൂട്ടിയാൽ 100 അല്ല വരുന്നത്, 80s റൈബോസോമാണ്. ഇത് ഏതാണ്? പ്രോകാരിയോട്ടിക് റൈബോസോമാണ്. ഇത് യൂക്കാരിയോട്ടിക് റൈബോസോം. റൈബോസോമിനെ ആദ്യമായി ഒബ്സർവ് ചെയ്തത് ഈ മഹാനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് പലേഡ്. 1953 എപ്പോഴാണ്? 1953
ജോർജ് പലേഡാണ് ഇത് കണ്ടെത്തിയത്. എന്താണ് ഇനി റൈബോസോമിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ആണ്. ഇനി ന്യൂക്ലിയസ് നോക്കാം. ഇറ്റ് വാസ് ഫസ്റ്റ് ഒബ്സർവ് ബൈ റോബർട്ട് ബ്രൗൺ ഇൻ 1831. 1831 ബേസിക് ഡൈ ഉപയോഗിച്ച് ഡൈ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഡാർക്ക് സ്റ്റെയിൻഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ ഫ്ലമിംഗ് വിളിച്ച പേരാണ് ഫ്ലമിംഗ്. ന്യൂക്ലിയസിനകത്ത് കാണുന്ന സ്ട്രക്ചറിനെ ഫ്ലമിംഗ് ആണ് ആദ്യമായി ക്രൊമാറ്റിൻ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചത്. ക്രൊമാറ്റിൻ. അപ്പോൾ ആദ്യമായി ക്രൊമാറ്റിൻ എന്ന് പറയുന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? The term chromatin was first used by Fleming. And normally cell has only one nucleus. Some cells have more than one nucleus. ചില സെല്ലുകളിൽ ഒന്നിലധികം ന്യൂക്ലിയസുകൾ കാണാം. പക്ഷേ some mature cells lack nucleus. ഹയർ സെല്ലുകളിൽ മമേലിയൻ ആർബിസിയിലും മാമൽസിന്റെ ആർബിസിയിലും സീവ് ട്യൂബ് സെല്ലിലും നമ്മൾ കഴിഞ്ഞ അനാട്ടമിയിൽ പഠിച്ചു. സീവ് ട്യൂബ് സെൽസില് ആൻജിയോസ്പെമിന്റെ സീവ് ട്യൂബ് സെൽസ്, ആൻജിയോസ്പെമിലാണ് സീവ് ട്യൂബ് സെല്ലുകൾ കാണുന്നത്. ആൻജിയോസ്പെമിന്റെ സീവ് ട്യൂബ് സെല്ലുകളിൽ എന്ത് കാണാൻ കഴിയില്ല? ന്യൂക്ലിയസ് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പാനിയൻ സെല്ലുകൾ ആ സീവ് ട്യൂബ് സെല്ലുകളുടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഇന്റർഫേസ് ന്യൂക്ലിയസ്, നമ്മൾ ഇന്റർഫേസ് എന്താണെന്നും അതുപോലെ തന്നെ സെൽ മൈറ്റോസിസിന്റെ സ്റ്റേജുകളും അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഇന്റർഫേസ് ന്യൂക്ലിയസിൽ ഇത്രയും ഭാഗങ്ങൾ കാണാം: ന്യൂക്ലിയർ എൻവലപ്പ്, ക്രൊമാറ്റിൻ, ന്യൂക്ലിയോപ്ലാസം ആൻഡ് ന്യൂക്ലിയോലസ്. ആ സ്ട്രക്ചറാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. നോക്കുക, ന്യൂക്ലിയർ എൻവലപ്പ്, ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആൻഡ് ദർ ഈസ്, ഈ രണ്ട് മെംബ്രെയിനുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ഇതിനിടയിലുള്ള സ്പേസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഇത് ഏകദേശം 10 മുതൽ 50 നാനോമീറ്റർ, മൈക്രോമീറ്റർ അല്ല, നാനോമീറ്റർ. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് എ ബാരിയർ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഇത് ന്യൂക്ലിയസിന്റെ ഉള്ളിലെ കമ്പാർട്ട്മെന്റ് ആണ്, പുറത്ത് സൈറ്റോപ്ലാസമാണ്. ഇതിനിടയിലുള്ള ബാരിയർ ആണ്. ആൻഡ് ഔട്ടർ മെംബ്രെയിൻ ഈസ് കണ്ടിന്യൂസ് വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ദാറ്റ് ബിയർ റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം കാണും. അത് മാത്രമല്ല ന്യൂക്ലിയസിന്റെ മെംബ്രെയിനിൽ ധാരാളം ചെറിയ ഓപ്പണിങ്ങുകൾ കാണാം. അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോർ. എന്താണ് ന്യൂക്ലിയർ പോർ മക്കളെ? ന്യൂക്ലിയർ പോർസ് ആർ സ്മോൾ മൈന്യൂട്ട് ഓപ്പണിംഗ്സ് present in the nuclear membrane, and these are the passage for the movement of RNA and protein between nucleus and cytoplasm. ന്യൂക്ലിയസിന് അകത്തേക്ക് പ്രോട്ടീനുകളും ന്യൂക്ലിയസിന് പുറത്തേക്ക് RNAയും എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ മെംബ്രെയിനിലൂടെയാണ്. ഇതിനകത്ത് കിടക്കുന്ന, ഈ കെട്ടുപണിഞ്ഞ് കിടക്കുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നു ക്രൊമാറ്റിൻ. ആൻഡ് ദ നെറ്റ്വർക്ക് ഓഫ് ന്യൂക്ലിയോ പ്രോട്ടീൻ ആർ കോൾഡ് ആസ്, പ്രോട്ടീൻ ഫൈബേഴ്സ് ആർ കോൾഡ് ആസ്, ഇങ്ങനെ ഹൈലി ടാങ്കിൾഡ് ആയിട്ടുള്ള ഈ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ. ഈ ക്രൊമാറ്റിൻ ആണ് സെൽ ഡിവിഷന്റെ സമയത്ത് കണ്ടൻസ് ചെയ്ത് സ്പെസിഫിക് ക്രോമസോമുകളായി മാറുന്നത്. ക്രോമസോം നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കും. ഇങ്ങനെയുള്ള സ്പെസിഫിക് ക്രോമസോമുകളായി മാറുന്നു. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ DNA ആൻഡ് ബേസിക് പ്രോട്ടീൻസ് ലൈക്ക് ഹിസ്റ്റോൺ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് RNA. അപ്പോൾ ക്രൊമാറ്റിന്റെ കോമ്പോസിഷൻ എന്താണ്? എന്തൊക്കെയുണ്ട്? DNA ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ ആൻഡ് ആൾസോ സം RNAs ആർ ആൾസോ പ്രസന്റ്. ഇത്രയും ക്രൊമാറ്റിനുണ്ട്. ഇനി അതിനകത്ത് കാണുന്ന നോൺ മെംബ്രെയിൻ ബൗണ്ടർ ആയിട്ടുള്ള സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ദീസ് ആർ മോർ ദാൻ one or more non-membranous spherical body, and it is continuous with the fluid part of the nucleus that is called as nucleoplasm, and it is a site of ribosomal RNA synthesis or rRNA synthesis. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. rRNA സിന്തസിസിന്റെ സൈറ്റ് ആണ് ഏതാണ്? ന്യൂക്ലിയോലസ്. മറക്കരുത്, ന്യൂക്ലിയോലസ് ഈസ് ദ സൈറ്റ് ഓഫ് rRNA സിന്തസിസ്. ഇനി അതിനകത്തുള്ള ക്രോമസോംസ് ആണ്. ക്രോമസോംസ് നമ്മൾ സാധാരണഗതിയിൽ കാണുക മൈറ്റോട്ടിക് ഫേസിൽ മാത്രമാണ്. അതുവരെയുള്ള ഫേസിൽ നമ്മൾ എന്ത് കാണാൻ കഴിയാറില്ല? ന്യൂക്ലിയസിലുള്ള ക്രൊമാറ്റിൻ മെറ്റീരിയൽ കാണും, ക്രോമസോം കാണില്ല. ക്രൊമാറ്റിൻ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്ത് ക്രോമസോമായി മാറുന്നത് മൈറ്റോസിസ് അല്ലെങ്കിൽ മിയോസിസ്, സെൽ ഡിവിഷൻ നടക്കുമ്പോൾ മാത്രമാണ്. ആൻഡ് ദ ഹ്യൂമൻ സെൽ ഹാസ് അബൌട്ട് 2 മീറ്റർ ലോങ് DNA. ഇങ്ങനെ നമ്മുടെ ന്യൂക്ലിയസ് എടുത്ത് നീട്ടിയാൽ അതിനകത്തുള്ള ക്രൊമാറ്റിൻ മെറ്റീരിയലിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 2 മീറ്ററാണ്. ഇതിലാണ് 46 പെയർ ക്രോമസോമുകൾ ഫോം ചെയ്യുന്നത്. ആൻഡ് എവരി ക്രോമസോം ഹാസ് എ പ്രൈമറി കൺസ്ട്രക്ഷൻ.
ഈ പ്രൈമറി കൺസ്ട്രക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോമിയർ. എന്താണ് പറയുക? മറക്കരുത്, സെൻട്രോമിയർ. ഈ സെൻട്രോമിയറിന്റെ രണ്ട് സൈഡിലുമായി സ്പിൻഡിൽ ഫൈബറുകൾ അറ്റാച്ച് ചെയ്യുന്ന പ്രോട്ടീനേഷ്യസ് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ കൊണ്ട് ദാറ്റ് ഈസ് കോൾഡ് ആസ് കൈനറ്റോകോർ. അപ്പോൾ ഒരു ക്രോമസോമിൽ, ഇതാണ് ഒരു ക്രോമസോം, രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്, ഇതൊരു ക്രോമാറ്റിഡ് ആണ്, ഇത് മറ്റൊരു ഇതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡുകൾ. ആൻഡ് ദ ടു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ സെൻട്രോമിയർ. രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡുകൾ. എന്തുകൊണ്ടാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്? ഇതിലെ ഡി എൻ എയും സെയിം ആണ്. കാരണം DNA റെപ്ലിക്കേഷനിലൂടെ ഫോം ചെയ്തതാണ്. എന്തിനാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായി നമ്മൾ കാണാം. അപ്പൊ ഈ DNA തന്നെയാണ് ഇവിടെയുള്ളത്. ഇതിനെ ഹെൽഡ് ചെയ്യുന്ന ഒരു സെൻട്രോമിയറിന്റെ രണ്ട് സൈഡിലുമായി കൈനറ്റോകോർ. അപ്പൊ ഒരു ക്രോമസോമിൽ രണ്ട് കൈനറ്റോകോർ. നമ്മളെ 46 ക്രോമസോം ഉണ്ട്. അപ്പൊ എത്ര കൈനറ്റോകോർ ഉണ്ടായിരിക്കും? 46 × 2 കൈനറ്റോകോറുകൾ കാണും. 16 ക്രോമസോം ഉള്ള സെല്ലാണ്. എത്ര കൈനറ്റോകോറുകൾ കാണും? 16 × 2. ഇനി നോക്കാം, സെൻട്രോമിയറിന്റെ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് 4 തരത്തിലുള്ള ക്രോമസോമുകൾ നമ്മൾക്കുണ്ട്. ഒന്ന് നോക്കുക, ഇതിന്റെ ലെങ്തും തുല്യമാണ്. കാരണം സെൻട്രലാണ് സെൻട്രോമിയർ കാണുന്നത്, മിഡിലാണ്. അങ്ങനെ കാണുന്ന ഈക്വൽ ലെങ്ത്തിൽ കാണുന്ന ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റാസെൻട്രിക് ക്രോമസോം. ഇതാണ് മെറ്റാസെൻട്രിക് ക്രോമസോം. 4 ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മിഡിൽ സെൻട്രോമിയർ അറ്റ് ദ മിഡിൽ വിത്ത് 2 ഈക്വൽ ആംസ്. ഇനി സെൻട്രൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി ഒരു ആം ഷോർട്ടും ഒരു ആം ലോങ്ങുമായിട്ടുള്ള നമ്മൾ പറയുന്നു സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. സെൻട്രോമിയർ നിയർ ടു വൺ ഓഫ് ദ എൻഡ്, വൺ ഷോർട്ടർ ആൻഡ് വൺ ലോങ്ങർ. ഇനി മൂന്നാമത്തേതാണ് അക്രോസെൻട്രിക്, ദാറ്റ് ഈസ് ക്ലോസ് ടു സെന്റർ വിത്ത് വൺ എക്സ്ട്രീംലി ഷോർട്ട് ആൻഡ് 2 ലോങ്. ഒരെണ്ണം നല്ല നീളം ഉണ്ടാവും, അടുത്തത് അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഒരെണ്ണം നല്ല നീളം ഉണ്ടായിരിക്കും, അടുത്തത് ഷോർട്ട് ആയിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്രോസെൻട്രിക്. അക്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടുവേർഡ്സ് ടിപ്പ് എന്നാണ്. ഇപ്പൊ ടിപ്പിലേക്ക് എത്തി. ഇനി അടുത്ത നാലാമത്തേതാണ് ടെർമിനൽ സെൻട്രോമിയർ ഉള്ള ടെർമിനൽ പാർട്ടിലുള്ള നമ്മൾ പറയുന്നു ടീലോസെൻട്രിക്. ടീലോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ എന്നാണ് അർത്ഥം. ഇനി സം ക്രോമസോംസ് ഹാവ് നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ദ പ്രൈമറി കൺസ്ട്രക്ഷൻ സെൻട്രോമിയർ. അതുകൂടാതെ ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ കാണാം അറ്റ് കോൺസ്റ്റന്റ് ലൊക്കേഷൻ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് സാറ്റലൈറ്റ് പാർട്ട്. മിനി സാറ്റലൈറ്റും മൈക്രോ സാറ്റലൈറ്റും. ഇത്രയുമാണ് നമ്മുടെ ഫോക്കസ് ഏരിയ പോയിന്റിൽ ഡിസ്കസ് ചെയ്യപ്പെടാനായിട്ടുള്ള ടോപ്പിക്. ഇനി നമ്മൾ അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഈ ഫാൾസ് കറക്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ ചേഞ്ചിങ് ദ അണ്ടർലൈൻ. ഇവിടെ അണ്ടർലൈൻ ചെയ്യല, ബോൾഡ് ചെയ്തിരിക്കുകയാണ്. അലുറോപ്ലാസ്റ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്. ട്രൂ ആണ് അല്ലേ? അലുറോ അല്ല, അമൈലോ ആണ്, അലുറോ അല്ല. അപ്പോൾ അലുറോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റോറിങ് എന്താണ്? അലുറോപ്ലാസ്റ്റ് നമ്മളിവിടെ മാറ്റേണ്ടത് പ്രോട്ടീൻ എന്ന് മാറ്റണം. അപ്പോൾ റീറൈറ്റ് ചെയ്യേണ്ടത് അലുറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻ എന്നത്. അപ്പോൾ ഫാൾസ് എന്ന് എഴുതി, അതിനുശേഷം അലുറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻ. ഓക്കെ. റൈബോസോംസ് ആർ നോൺ സറൗണ്ടഡ് ബൈ മെമ്പറൈൻ. ഇതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രോകാരിയോട്ടിക് സെൽ പ്രോസസസ് സ്പെഷ്യൽ മെംബ്രേനിയസ് സ്ട്രക്ചർ ഫോംഡ് ബൈ ദ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾ ട്യൂബ്യൂൾ ലെമല്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ്. എന്താണ് ചോദ്യം? ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. അപ്പോൾ ആൻസർ എന്താണ്? മീസോസോംസ്. അതിൽ രണ്ടാമത്തെ ഭാഗം റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ്. ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. സെൽ വാൾ ഫോർമേഷൻ, DNA റെപ്ലിക്കേഷൻ അല്ലേ? പിന്നെ വേറെന്താണ് പറഞ്ഞത്? റെസ്പിരേഷൻ, സെക്രീഷൻ, DNA ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രോമാറ്റിക് മെറ്റീരിയൽ ഓർ DNA ഇൻടു ഡോട്ടർ സെൽസ്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മീസോസോമുകൾ. ഇനി അടുത്തത് ഡയഗ്രാം A, B and C ഷോസ് 3 kinds of chromosome and of which metacentric chromosome, non-satellite chromosome, which is metacentric chromosome
ആൻഡ് നോൺ സാറ്റലൈറ്റ്. ഇതിലേതാണ് മെറ്റാസെൻട്രിക്? മെറ്റാസെൻട്രിക് നോൺ സാറ്റലൈറ്റ് ക്രോമസോം. അതിലെ ഇത് ടീലോസെൻട്രിക് ആണ്, ഇത് മെറ്റാസെൻട്രിക് ആണ്, ഇതും മെറ്റാസെൻട്രിക്. പക്ഷേ ഇതിന്റെ പ്രത്യേകത ഇതിൽ സാറ്റലൈറ്റ് ഉണ്ട്, ഇതിൽ സാറ്റലൈറ്റ്. അപ്പോൾ ഇത് ബി ഈസ് ദ ആൻസർ. ബി ഈസ് മെറ്റാസെൻട്രിക് നോൺ സാറ്റലൈറ്റ് chromosome because justify the state because there is no secondary constriction and satellite, but C has satellite and A is the telocentric chromosome. അപ്പോൾ complete answer നമുക്ക് എഴുതാം. Accepted model structure of the cell membrane was proposed by Singer and Nicholson. അല്ലേ, name the model. എന്താണ്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അല്ലേ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ലിസ്റ്റ് 2 ബയോമോളിക്യൂൾ ഓഫ് ദിസ് മെംബ്രെയിൻ. ഏതൊക്കെയാണ്? ഫോസ്ഫോലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. പിന്നെന്താണ്? 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ദിസ് മെംബ്രെയിൻ ഏതൊക്കെയാണ്? അതിലെ ഇൻട്രിൻസിക് പ്രോട്ടീനുകൾ ഫ്ലൂയിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ആരാണ്? ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. പിന്നെ അടുത്തെന്തായിരുന്നു? പിന്നീടുള്ളത് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, മെംബ്രെയിൻ ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്നു. ഇതെല്ലാം ഈ പറയപ്പെടുന്ന സ്ട്രക്ചറിന്റെ ഫംഗ്ഷനാണ്. ഒബ്സർവ് ദ റിലേഷൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. പ്ലൂമ്യൂൾ കോളിയോപ്റ്റൈൽ, ഇത് നമ്മൾ മോർഫോളജിയിൽ വരുന്ന ഭാഗമാണ്. റാഡിക്കൽ അപ്പം എന്തായിരിക്കും? കോളിയോ റൈസ. ഇനി സ്റ്റാർച്ച് അമൈലോപ്ലാസ്റ്റ്, ഫാറ്റ് എന്താണ്? എലിയോപ്ലാസ്റ്റ്. ഓക്കെ, അടുത്തത് ലിസ്റ്റ് ദ സെൽ ഓർഗനൽസ് ഫോളോയിങ് ലിസ്റ്റ്. ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് പഠിക്കാനില്ല, ലൈസോസോം ഇല്ല, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ് വേണ്ട, മൈറ്റോകോൺട്രിയ ആൻഡ് റൈബോസോം. ഐഡന്റിഫൈ ദ സെൽ ഓർഗനൽ വിത്ത് ഡബിൾ മെമ്പർ. അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഫംഗ്ഷൻ, മെൻഷൻ ദ ഫംഗ്ഷൻ. ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ കൺട്രോളിംഗ് സെന്റർ. മൈറ്റോകോൺട്രിയ ഈസ് എ സൈറ്റ് ഓഫ് ATP സിന്തസിസ് ആൻഡ് സെല്ലുലാർ റെസ്പിറേഷൻ. ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് എഴുതാം. കംപ്ലീറ്റ് എഴുതുക ആ പോയിന്റുകൾ. ഐഡന്റിഫൈ ദ സെൽ ഓർഗനൽ ഫൗണ്ട് ഇൻ ബോത്ത് പ്രോകാരിയോട്ട് ആൻഡ് യൂക്കാരിയോട്ട്, ദാറ്റ് ഈസ് റൈബോസോം. സെൽ ഓർഗനൽ റൈബോസോം ആണ്. കോമൺ ആൻഡ് സിമിലർ അത് പ്ലാസ്മ മെംബ്രെയിൻ, അത് സെൽ ഓർഗനൽ അല്ല. ജസ്റ്റിഫൈ ദ പ്രസൻസ് ഓഫ് ബോത്ത് ടൈപ്പ് ഓഫ് സെൽസ്. അവിടെ എന്താണ്? 70S റൈബോസോം ഇൻ പ്രോകാരിയോട്ട് ആൻഡ് 80S റൈബോസോം ഇൻ യൂക്കാരിയോട്ട്. സോ സ്ട്രക്ചറലി ഡിഫറെൻറ്റ്, ബട്ട് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ജീൻ ആക്ഷന് പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്ന ക്രോമസോമിന്റെ 2 ഡയഗ്രങ്ങളാണ്. ഐഡന്റിഫൈ ഏതാണ്? one is metacentric chromosome and this is telocentric chromosome. Write the peculiarity. ഇത് മിഡിലാണ് with equal length. ഇത് extreme at the end with one chromosome is extremely long at the terminal region. Bacterial cell envelope is complex and made up of various layers. And what are the various layers? ഏതൊക്കെയാണ്? ഔട്ടർ ഗ്ലൈക്കോകാലിക്സ്, അത് 2 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ക്യാപ്സ്യൂൾ ആവാം അല്ലെങ്കിൽ സ്ലൈം ലെയർ ആവാം. എന്താണ് ക്യാപ്സ്യൂൾ? ടഫ് ഹാർഡ് ആണെങ്കിൽ. സ്ലൈം ലെയർ ലൂസ് ഷീത്ത് ആണ്. ആൻഡ് സെക്കൻഡ് മിഡിൽ ലെയർ ആണ് സെൽ വാൾ. സെൽ വാളിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞു, പെപ്റ്റിഡോ ഗ്ലൈക്കൻ. അവസാനത്തെ നമ്മളേതാണ്? പ്ലാസ്മ മെംബ്രെയിൻ. എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത? സെമി പെർമിയബിൾ ആണ്. സ്ട്രക്ചറലി സിമിലർ ടു യൂക്കാരിയോട്ടിക് plasma membrane. Mitochondria is called as powerhouse of the cell. Comment. എന്തുകൊണ്ടാണ്? It is the site of cellular respiration and ATP synthesis and storage. ATP is the biological energy
കറൻസി. എനർജി മോളിക്യൂളാണ്. സെല്ലുലാർ മെറ്റബോളിസത്തിന് ഉപയോഗിക്കുന്ന എല്ലാ എനർജി ഫോമും ATP യുടെ രൂപത്തിലാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ് ആർ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ഇസ് ഗിവൺ ബിലോ. ക്ലാസിഫൈ വിത്ത് ദ നെസസറി എക്സ്പ്ലനേഷൻ. ആൻഡ് വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് സെൻട്രോമിയറിൻ്റെ ബേസിലാണ്. ഇത് ടീലോസെൻട്രിക് ആണ്, ഇത് അക്രോസെൻട്രിക് ആണ്, ഇത് സബ് മെറ്റാസെൻട്രിക്കും മെറ്റാസെൻട്രിക്കുമാണ്. ഇനി മെറ്റാസെൻട്രിക്കിൻ്റെ പ്രത്യേകത സെൻട്രലാണ്. അവിടെ എന്തുകൂടിയുണ്ട്? സാറ്റലൈറ്റ് ഉണ്ട്, മറക്കരുത്. ഓക്കെ, ഇത്രയും ഭാഗമാണ് മക്കളെ നമ്മൾക്ക് ഫോക്കസ് ഏരിയ പോയിന്റിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനായുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോക്കസ് ഏരിയ പോയിന്റ്സിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഭാഗങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഈ പറയപ്പെട്ട ഭാഗങ്ങളെല്ലാം വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതുമായി ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ചോദ്യങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മൾ നോക്കാം. ചില ഭാഗങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മീസോസോമിന് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ഭാഗത്തിന് പ്രാധാന്യമുണ്ട്, മൈറ്റോകോൺട്രിയയ്ക്ക് പ്രാധാന്യമുണ്ട്, അപ്പോൾ പ്ലാസ്മ മെംബ്രെയിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. പ്ലാസ്മിഡുകൾ പ്ലാസ്റ്റിഡുകൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാം പഠിക്കുക. അപ്പോൾ നല്ലപോലെ നമ്മുടെ +1 പരീക്ഷയ്ക്കായി തയ്യാറാവുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.